ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി. ഇനിയിപ്പോ ടൗണിൽ പോയി പുതിയത് വാങ്ങിച്ചോണ്ടൊന്ന് ഫിറ്റ് ചെയ്യാതെ വണ്ടി അനങ്ങത്തില്ല. തന്റെ വാച കൂടി കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയൊക്കെ തീരുന്നു. അല്ലേ ചേച്ചി, ഇതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? യന്ത്രങ്ങളുടെ പ്രവർത്തനമല്ലേ? യന്ത്രം ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത്. അയ്യോ ചേച്ചി, പിണങ്ങി പോവാണോ? എന്റെ നമ്പർ വേണ്ടേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. KP സതീശൻ, കുഞ്ചാലമൂട്. ചേച്ചി ചേടാ, എന്നാലും എന്റെ ക്ലച്ച് കേബിളെ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എന്റെ CID പണി നീ ആയിട്ട് ഇല്ലാതാക്കിയല്ലോ. എന്തായി മോളെ? ഞാൻ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നോന്ന് മുത്തശ്ശി അന്വേഷിച്ചില്ലല്ലോ? ഇല്ല മോളെ, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. മുത്തശ്ശിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറ. നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. മോള് പോയ കാര്യം എന്തായി? അവരെ കൈയോടെ പൊക്കിയോ? ഞാൻ അവളെ കണ്ടു. അടിപൊളി. എന്നിട്ട്? 10-20 വയസ്സുള്ളൊരു പെണ്ണ. എന്നിട്ട് മോൾ അവളെ കൈകാര്യം ചെയ്തില്ലേ? അങ്ങനെ എടുത്തുചാട്ടം കാണിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കളഞ്ഞല്ലോ. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവളെ അടിച്ച് റൊട്ടിയാക്കണമെന്ന് പറഞ്ഞല്ലേ ഞാൻ വിട്ടത്. എനിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെന്താ ചെയ്യാത്തേ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒറ്റയടിക്ക് അച്ഛനെ ഇല്ലാതെയാക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ശരി, സമ്മതിച്ചു. ഇങ്ങോട്ട് വാ. മോള് നേരി ചെന്ന് വഴക്കുണ്ടാക്കാഞ്ഞത് നന്നായി. തെളിവിന് ഫോട്ടോ എടുത്തായിരുന്നോ? ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയി. കളഞ്ഞല്ലോ. ഞാൻ അപ്പോഴേ വിചാരിച്ച എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമെന്ന്. ഇതുകൊണ്ടാണ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും കൂടി പോയാ മുത്തശ്ശിക്ക് സംശയം തോന്നുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ഇപ്പൊ എല്ലാം കൊളവാക്കിയപ്പോ സമാധാനമായല്ലോ. എന്നിട്ട് അവരെങ്ങോട്ടാ പോയേ? അവരൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ എങ്ങോട്ടാ പോയതെന്നറിയില്ല. അതെന്താ? എങ്ങോട്ടായിരുന്നു പിന്നാലെ പോവാൻ ഞാൻ പറഞ്ഞതല്ലേ? അപ്പോഴേക്കാ നശിച്ച ഓട്ടോറിക്ഷ കേടായി പോയി. ഈശ്വര, ഇത് വലിയ കഷ്ടകാലമാണല്ലോ. അപ്പൊ മോടെ കൂടെ അല്ല, ദത്തസാറിന്റെ കൂടെയാ ദൈവം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്റെ ദത്തേട്ടനെ എനിക്ക് വേണം. എനിക്ക് മാത്രമായിട്ട് വേണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. ഒച്ച വയ്ക്കല്ലേ.
പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ. താൻ വന്നിട്ട് ഒരുപാട് നേരമായോ? കുറച്ച്. പിന്നെന്താ വിളിക്കാതിരുന്നേ? തൻ്റെ ഉറക്കം കണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല. കോച്ചിങ്ങിന് പറഞ്ഞു വിട്ട ചെക്കനെ എന്ത് പരിപാടിയായി കാണിച്ചത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ക്ലാസ് കിട്ടിയത് ഇങ്ങനെ വരാൻ പാടില്ലെന്ന്? അവിടെ മനസ്സുമാനത്തോടെ എനിക്കിരിക്കാൻ പറ്റണ്ടേ? എന്തു പറ്റി? എനിക്കെന്താ പറ്റിയെന്ന് തനിക്കറിയില്ലേ? ഇല്ല. ഒന്നും അറിയാത്ത പോലെയുള്ള ഈ തൻ്റെ അഭിനയം ഉണ്ടല്ലോ, അത് ഗംഭീരാട്ടോ. ഇതിനെല്ലാം പഴി കേൾക്കാൻ പോകുന്ന ഞാനാ. അതിനാരെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ? ഞാൻ ഗന്ധർവനാടോ. മേഘപാളികൾക്കിടയിലൂടെ ആരോരും അറിയാതെ അപ്സരസുകളെ തേടി ഭൂമിയിലേക്ക് അവതരിക്കുന്ന ഗന്ധർവൻ. സ്വർഗത്തിലല്ലാതെ ഏത് അപ്സരസാ ഈ ഭൂമിയിലുള്ളത്? ഏത് അപ്സരസാന്ന് തനിക്കറിയില്ല? എന്റെ അപ്സരസിനെ കാണണമെങ്കിൽ താൻ ആ കണ്ണാടിയിലൂടെ നോക്കും. എന്റെ ഈശ്വര, ഇതൊരു വല്ലാത്ത അസുഖം തന്നെയാ. എന്റെ പൊന്നാദി, താൻ എന്നെങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ. ഇത്രയൊന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. എന്നുവെച്ച് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഈ ഭൂമിയിൽ ഒരാണും ഒരു പെണ്ണിനെയും ഇങ്ങനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് എനിക്ക് വാശിയുണ്ട്. ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം കളയണോ? ഇത് നിസ്സാര കാര്യമെന്ന് തന്നോട് ആര് പറഞ്ഞു? എനിക്കിത് എന്റെ ജീവിതമാ. എന്റെ പ്രേമപൂജ. ഈശ്വര, കാലത്തെ ക്ലാസ്സിന് പോയി ചെറുക്കന്റെ ശബ്ദമല്ലേ കേൾക്കുന്നേ? അയ്യോ, ഇവളെന്തു മന്ത്രം പ്രയോഗിച്ച് ഇവനെ ഇങ്ങനെ ആവാഹിച്ച് വിളിച്ചു വരുത്തുന്നേ? ഏതായാലും ഒരു നല്ല ചെക്കൻ്റെ ഭാവി പോയി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഇന്നത്തോടെ ഈ കച്ചവടം ഞാൻ അവസാനിപ്പിച്ചു തരാം. എന്നോടാ കളി. ആമിമോളെ, ആമിമോളെ, അയ്യോ, ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്താ മോളെ, കള്ളനെ ഞാൻ കൈയോടെ പൊക്കി. കള്ളനോ? ആ, ഈ വീട്ടിലെ കള്ളക്കണ്ണൻ. കാലത്ത് നമ്മൾ ക്ലാസ്സിന് പറഞ്ഞു വിട്ട ആദിമോൻ ദേ അവിടെ മുറിക്കകത്തിട്ട് ശൃംഗരിക്കുന്നു. നേരാണോ ചേച്ചി? പിന്നെ ഞാനിതിനാ കള്ളം പറയുന്നേ? മോള് വന്നേ, ഇന്നത്തോട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വായിങ്ങോട്ട്, വായിങ്ങോട്ട്. അതെ, മതിയടോ. ആരെങ്കിലും വന്ന് കാണുമ്പോ താൻ പോവാൻ നോക്ക്. എന്താടോ ഇത്? കുറച്ചു നേരമുണ്ടോ പ്ലീസ്? ഇവിടെ ഇങ്ങനെ തൻ്റെ മടി കിടക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? മുത്തശ്ശി അറിഞ്ഞാൽ എന്നെയല്ലേ കുറ്റം പറയൂ? അതെ, പ്ലീസ് പോവാൻ നോക്ക്. ചെല പ്ലീസ്. പോണോ? പിന്നല്ലാതെ. പോവാം. ആരുമില്ല. ചെല്ല പോട്ടെ, ചെലപ്പോ വേഗം വരാം. നിക്കടേ അവിടെ. നീ ഇതെന്ത് ഭാവിച്ച?